ഹലോ അസ്സലാമു അലൈക്കും. ഇതിന്റെ ഗാലറിയിൽ പൊടി പിടിച്ച് കിടന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു 3-4 മാസം പഴക്കണ്ടാവും ഇതിന്. അപ്പൊ തുമ്മര ജലദോഷം ഉള്ളവർ കുറച്ച് വിട്ട് നിന്ന് കാണാം കേട്ടോ. വായ തോരാതെ ഇത്രയും ഹൈപ്പ് വെച്ച് ഞാൻ പറഞ്ഞോണ്ടിരുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ കോഴിക്കോട് ബീച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് ബീച്ച് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി ഇങ്ങനെ ചുമ്മാതിരുന്നാലും ഭയങ്കര വൈബാണല്ലോ. നമ്മൾ പോയതൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. വാസ്കോ ഡ ഗാമ എന്നാണോ കാല് കുത്തിയത് നിങ്ങൾക്ക് സംശയം വന്നുപോയി. അത്രക്ക് തിരക്കായിരുന്നു. ഒരു സൂചി ഇട്ടാ പോലും നിലത്തെത്തൂല എന്നൊക്കെ പണ്ട് പറയുന്നില്ലേ, അത് മാറിയായിരുന്നു കേട്ടോ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ബീച്ചിന് അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ വന്ന് നോക്കി. പക്ഷെ പാർക്ക് ചെയ്യാൻ പോയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു വണ്ടി എടുക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് നൊയഞ്ഞു കയറി. ഒരു വണ്ടി എടുത്തോ അല്ലേ എന്ന് പോലും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള ആൾക്കാർ വന്ന് അവിടെ പാർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോഴോ അതിലും വലിയ അവസ്ഥയായിരുന്നു. കണ്ടോ, ഈ കുതിരക്കൊന്നും അവിടെ നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ആള് എയറിൽ കയറി നിൽക്കണം. അപ്പൊ നിങ്ങൾ അവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ആള് വീഡിയോ എടുത്ത് ഞങ്ങളെ പറ്റിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കണ്ടത്. ഈ ഇത് ഞങ്ങൾ ആ ഒരു ടൈമിൽ വൈറലായ ഒരു അകലേ എന്നൊരു സ്ലോ മോഷനിൽ ഒരു പാട്ടുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ പാളിപ്പോ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്നല്ലേ. അവ ഞങ്ങളുടെ ഏതാണ്ട് ശരിയായിട്ടുണ്ടായില്ല. ഈ കുറച്ച് അഭിനയം കാണാം. ഇവരെ കാട്ടിക്കൂട്ടിൽ കണ്ടാത്തൊന്നും ഓരാണ് അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത്. എവിടെ അതവിടെ ഒരു കല്ലുമ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ എന്റെ പൂതി ഇവരാണിത് പറത്തുന്നുള്ളതാണ്. അപ്പൊ എനിക്കും പറത്താൻ ചോദിച്ചപ്പോഴാണ് കല്ല് കണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള തന്നെ പറത്താന്ന് പറഞ്ഞാണ്ട് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് ആർക്ക് വേണമെങ്കിലും അതൊന്ന് കറക്കിയും പറത്തിയൊക്കെ നോക്കാം. ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് പിന്നെ നമ്മൾ വെറുതെ ആക്കിയില്ല. പിന്നെ അവസാനം നിങ്ങൾ കുറച്ച് ആൾക്കാരെയും കൂടി സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇതിലും വലിയൊരു പാരച്യൂട്ട് കൊടുന്നേരാറിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉള്ള തപ്പി പിടിച്ചുകാണ്ട് കൊടുങ്ങാണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പാരച്യൂട്ടാണ് കേട്ടോ ഒരു കൊടുന്നത് അവിടെ. അപ്പൊ ഞങ്ങൾ അതെല്ലാരും കൂടി നിന്നുകാണ്ട് പറത്താൻ നോക്കണം. ഇതിന്റെ കൂടെ പോവാതിരുന്ന അത്രയും ബെറ്റർ. ആരെങ്കിലും ഒരാൾ പിടുത്തം വിട്ടാൽ ഞാൻ അറിയില്ല. ആരും പിടുത്തം വിടാത്തോണ്ട് ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിങ്ങാണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.